ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം യേശുവിൻ്റെ വചനം കേൾക്കാൻ കർത്താവ് നമുക്ക് തന്ന മഹാഭാഗ്യമോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഒരിക്കലും ലജ്ജിപ്പിക്കാത്ത ദൈവം. ഇന്ന് നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ ശക്തി എന്താ, നമ്മുടെ ദൈവം ആരാ, നമ്മുടെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ട അനുഗ്രഹങ്ങൾ എന്താ എന്നൊക്കെയാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ഇന്ന് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കാരണം അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. അവർ കുറേ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ആ ഫാമിലിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കരം ഇപ്പോൾ അവരെ സ്പർശിക്കുമാറാകണമേ. അവർ തന്ന പ്രാർത്ഥനാ വിഷയത്തിന്മേൽ കർത്താവിൻ്റെ കൈ ഒന്ന് നീട്ടണമേ. ഈ ശുശ്രൂഷ കഴിയുമ്പോൾ അവർക്കൊരു വലിയ വിടുതൽ എൻ്റെ കർത്താവ് കൊടുക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക കർത്താവേ. അതോടൊപ്പം എന്നോട് ചേർന്ന് വചനം കേൾക്കുന്ന മക്കൾക്കായി സ്തോത്രം. യേശുവിൻ്റെ കരം നീട്ടി അവരെയും തൊടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കാൻ പോകുക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഇരുന്ന് ഇന്നത്തെ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ നിന്നാണ് ഒരു വാക്യവും അതിനകത്തെ ഒരു പദമാണ് ധ്യാനിക്കുന്നത്. 41-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. വളരെ സുപരിചിതമായ വാക്യമാണ്. ഈ വാക്യം എല്ലാവർക്കും കാണാനറിയാവുന്ന വാക്യമാണ്. യെശയ്യാ പ്രവചനം 41-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. കൊച്ചുകുട്ടികൾക്ക് വരെ വളരെ കാണാതറിയാവുന്ന നല്ല ഒരു വാക്യമാണ്. നീ ഭയപ്പെടണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. സ്തോത്രം. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങിപ്പിടിക്കും. 4 ആശയങ്ങൾ അവിടെ ഉണ്ട്. 1, സ്തോത്രം, കൂടെ ഇരിക്കുന്ന ദൈവം. 2, ശക്തീകരിക്കുന്ന ദൈവം. 3, സഹായിക്കുന്ന ദൈവം. 4, നിന്നെ താങ്ങിപ്പിടിക്കുന്ന ദൈവം. അതിനകത്ത് എല്ലാം പ്രസംഗിക്കുവാൻ സമയം അനുവദീനമല്ല. ഒന്നുകൂടെ പറയാം, കൂടെ ഇരിക്കുന്ന ദൈവം. ഒന്ന് കൈ കൊടുത്ത വിചാരം, കൂടെ ഇരിക്കുമെന്ന് പറ. നീ തീയിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിൻ്റെ കൂടെയുണ്ട്. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട് അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ച് പറ, യേശു കൂടെ ഉണ്ടെന്ന് പറ. ഞാൻ ഇന്ന് പ്രഭാതത്തിലാണോ ഇന്നലെ പ്രഭാതത്തിലാണോ മോർണിംഗ് മെസ്സേജിനകത്ത് ഒരു വാക്യം വായിച്ചു. വാക്യം ഇങ്ങനെ ആയിരുന്നു, വിട്ടുപിരിയാതെ നിൻ്റെ കൂടെ ഇരുന്ന് നന്മ ചെയ്യുന്ന ദൈവം. കണ്ടോ, ഒന്ന് ശ്രദ്ധിച്ച്. വിട്ടുപിരിയാതെ. നൊന്ത് പ്രസവിച്ച അമ്മ വരെ വിട്ടുപിരിഞ്ഞേക്കാം, ജനിപ്പിച്ച അപ്പൻ വിട്ടുപിരിഞ്ഞേക്കാം, പക്ഷെ വിട്ടുപിരിയാതെ നിൻ്റെ കൂടെ ഇരുന്ന് നിനക്ക് വേണ്ടി നന്മ ചെയ്യുന്ന നല്ല യേശു. ഹല്ലേലൂയ. ഇന്ന് പകൽ രാഷ്ട്രീയ പിൻബലം നിനക്കില്ലെങ്കിലും, വലിയ കുടുംബബന്ധം നിനക്കില്ലെങ്കിലും, നിൻ്റെ കൂടെ ഒരാൾ നടക്കുക, നിൻ്റെ കൂടെ ഒരാൾ ഇറങ്ങി നടക്കുക. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ കർത്താവുണ്ട്. എത്ര പേർക്ക് നിങ്ങളുടെ ജീവിത അനുഭവം കൊണ്ടാണ് ഇതൊക്കെ പറയാൻ പറയുന്നത്? കർത്താവിൻ്റെ കൂടെ ഉണ്ട്, കർത്താവിൻ്റെ കൂടെ ഉണ്ട്. നിൻ്റെ കൂടെ യേശു ചലിക്കുക. പോട്ടെ, ഞാൻ കൂടെ ഉണ്ടെന്നുള്ള പദം, ആ പദമൊക്കെ ഞാൻ വിടുക. 1, കൂടെ ഇരിക്കുന്ന ദൈവം. 2, ശക്തീകരിക്കുന്ന ദൈവം. 3, നിന്നെ സഹായിക്കുന്ന ദൈവം. 4, നീതിയുള്ള വലങ്കൈ കൊണ്ട് നിന്നെ താങ്ങിപ്പിടിക്കുന്ന ദൈവം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വിഷയം താങ്ങുന്ന ദൈവം. ഒന്ന് കൈ കൊടുത്ത് ചോറ, നിന്നെ താങ്ങുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
20-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കട്ടെ, സിയോനിൽ നിന്ന് നിന്നെ താങ്ങട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. ഇവിടെ ഒരു സ്തുതിക്കാൻ ഒത്തിരി വകയുണ്ട്. എനിക്ക് ചിലരൊക്കെ ചോദിക്കും, നീ ഇങ്ങനെ ചിരിച്ചോണ്ടൊക്കെ നടക്കുന്ന എന്താ, നിനക്ക് എവിടുന്ന് സഹായം വരും? നിന്നെ ഞങ്ങൾ സഹായിക്കത്തില്ല, രക്തബന്ധങ്ങൾ സഹായിക്കത്തില്ല. എൻ്റെ മോനെ, ഞങ്ങളുടെ സഹായം വേറെയാ. മനുഷ്യന് കാണാൻ വയ്യാത്ത നിലയിലാണ് ഞങ്ങളെ സഹായിക്കുന്നയാള്. അമ്മേ, നിന്റെ ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. യഹോവ നിന്റെ പരിപാലകൻ, അവൻ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണല. കർത്താവ് നിനക്ക് താങ്ങാണ്, അവൻ നിനക്ക് തണലാണ്. ഒന്ന് തൊട്ടേച്ച് പറ, താങ്ങാണ്, തണലാണ്. ഓ, ചിരിച്ചോണ്ട് പറയണമെന്ന് തൊട്ടേച്ച്, കർത്താവ് നിനക്ക് തണലായിട്ടുണ്ടെന്ന് പറ. എവിടെയാ? നിന്റെ വലതുഭാഗത്ത്. യഹോവ നിനക്ക് തണലാണ്. യോന എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നേ. കർത്താവ് യോനയോട് പറഞ്ഞു, യോനെ പ്രവാചക, നീ നിനവേ ചെന്ന് പറയണം, നിനവേ എല്ലാം നശിക്കാൻ പോവാന്ന്. ദൈവത്തിൻ്റെ അരുളപ്പാടാണ് കേട്ടോ. ഹല്ലേലൂയ. അങ്ങനെ യോനയ്ക്കറിയാം ദൈവത്തിനൊരു കുഴപ്പമുണ്ട്. അരുളപ്പാട് പറയും, ജനമെല്ലാം കൂടെ കറിയുമ്പം ദൈവം പറയും അത് മാറ്റിയേക്കൊന്നും സംഭവിക്കത്തില്ലെന്ന്. അത് പ്രവാചകൻ കള്ളനായിട്ടല്ല, ദൈവം പറഞ്ഞ പോലെ പറഞ്ഞു. നശിപ്പിക്കാനല്ല പറയുന്നേ, അവരുടെ മടങ്ങി വരവനെ. മടങ്ങി വന്നാൽ നശിപ്പിക്കത്തില്ല, മടങ്ങി വന്നില്ലേ നശിപ്പിക്കും. യോനാ പ്രവാചകൻ മനസ്സിലായി, ഞാൻ ചെന്ന് നിനവയോട് പറയും നിനവ് നശിക്കാൻ പോവാന്ന്. ജനമെല്ലാം കൂടെ കരയും, ദൈവം പറയും അയ്യോ ഞാൻ നശിപ്പിക്കത്തില്ലെന്ന് പറയും. അതുകൊണ്ട് യോനാ ഓർത്തു അങ്ങോട്ട് പോകുന്നില്ല, കപ്പലേ കയറി വേറൊരു സ്ഥലത്തോട്ട് പോയി. ടിക്കറ്റ് എടുത്ത് കപ്പലേ കയറി കപ്പലിൻ്റെ അടുത്തട്ടി പോയി കിടന്ന് യോന കൂർക്കം വലിച്ചുറങ്ങുക. കടലിളകി, കപ്പലിളകി. അപ്പം ദൈവത്തിൻ്റെ വഴി വിട്ട് ഒരുത്തം പോയാൽ ദൈവം ആ പോന്ന വണ്ടി വരെ ഇളക്കും. ഇങ്ങോട്ട് ശ്രദ്ധിക്കണം, ഈ പിന്മാറ്റക്കാരനെ ചുമക്കുന്നത് വലിയ കഷ്ടകാലമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, പിന്മാറ്റക്കാരെ ഒന്നും ചുമക്കല്ലേ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടെ, കടലിളകി. അപ്പോൾ യോനായ്ക്ക് അപ്പോഴും സാക്ഷിയാണ്. യോന പറയുന്നത് എന്തോരം നല്ല താരാട്ടാ ഇത്. ജനിച്ചേ പിന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ പണ്ടൊക്കെ കുഞ്ഞുങ്ങളെ തൊട്ടിൽ കെട്ടി രാരോ രാരീരാരോ പാടി ഇങ്ങനെ കോട്ടൺ സാരിയൊക്കെ ഇങ്ങനെ എടുത്ത് വട്ടം അങ്ങോട്ട് പിടിച്ച് മേളിൽ നിന്നൊരു പ്ലാസ്റ്റിക്കൊക്കെ കെട്ടിയിട്ട് അങ്ങനെ രാരാരാരാ പാടിയാ ഇവിടെ ഉള്ളവരെല്ലാം എഴുന്നേറ്റ് വന്നേ. ഹല്ലേലൂയ. അങ്ങനെയല്ലേ? ഇപ്പം ഹൈടെക്, ഇപ്പം അതൊക്കെ മാറി. ഇപ്പം വേറെ അതിന് പ്രത്യേക തൊട്ടിയൊക്കെ ഉണ്ട്. ഇട്ട ചാട്ടി വിട്ട മണിക്കൂറുകൾ നിന്നടിക്കോളും, ആ സിസ്റ്റം ഒക്കെ ഉണ്ട്. ഹല്ലേലൂയ. അതൊക്കെ പോട്ടെ. ഹല്ലേലൂയ. ആമീൻ. പണ്ടിങ്ങനെ രാരോ ഇങ്ങനെ സ്തോത്രം ഈ കപ്പലെ കടക്കുമ്പോൾ കപ്പൽ ഇളകിയപ്പം ഭയങ്കരമായിട്ട് പുള്ളി കടന്ന് ആസ്വദിക്കുക. കാരണം ഇത്ര നല്ലതായിട്ട് ഉറങ്ങാൻ ഇതിനു മുമ്പ് പറ്റിയിട്ടില്ല. ഹല്ലേലൂയ. സത്യേ, കടലിളകി. അപ്പോൾ ആൾക്കാരെല്ലാം അവിടെ വലിയൊരു കാര്യം, നാനാജാതി മതസ്ഥരുണ്ട്. അവർ നോക്കിയപ്പോൾ ഭയങ്കര ബഹളമാണ്. പക്ഷെ ഇവൻ മാത്രം ഭയങ്കര ഉറക്കമാണ്. ഇവനെ ചെന്ന് കപ്പൽ പുറവാണി തട്ടി ഉണർത്തി, നീ ഏത് ഗ്രൂപ്പാ? അവൻ ചാടിയിരുന്നത്, ഞാനോ കടലിനെയും കരയും ഉണ്ടാക്കിയ ദൈവത്തെ സേവിക്കുന്നവനാ. കണ്ടോ? ഇങ്ങോട്ട് നോക്കണം. ഉറക്കമാന്നില്ലേ, ഉണർത്തിയാൽ സാക്ഷ്യം ഭയങ്കരമാണ്. ഹല്ലേലൂയ. ശരിക്കും പറയാം, കപ്പലിലുള്ള സാധനങ്ങളെല്ലാം എടുത്ത് കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. സ്തോത്രം. അവസാനം യോനയും എറിഞ്ഞു. ഈ കർത്താവ് വഴിവിട്ടവനെ വഴി തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഒരു മീനോട് പറഞ്ഞു, ഇവനെ കപ്പലിൻ്റെ കൂടെ പൊക്കണം, ഒരു പുള്ളിയെ തരും, അവനെ ഈ നിന്റെ കൊറിയർ സർവീസിലോട്ട് കയറ്റി അവനെ നേരെ ഇവിടെ കൊണ്ടിറക്കണമെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയാം, കർത്താവ് എന്ത് വഴി ഉപയോഗിക്കും ചിലരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ സ്തോത്രം, ഈ നാളെ ഞങ്ങളോട് ഒരു വിദേശി പറഞ്ഞു, ഈ കപ്പലിലെ സാധനമൊക്കെ വെളിയിലെടുത്തെറിഞ്ഞപ്പോഴേ ഈ ചില ആൾക്കാർ ചിപ്സും കുഴലപ്പവും മാവുണ്ടയും കളിയോടക്കായും ഒക്കെ കൊണ്ടുപോയതാ, അതെല്ലാം എടുത്ത് വെളിയിൽ കളഞ്ഞു. ഞങ്ങളോട് ഒരു വിദേശി പ്രസംഗിച്ചു, ഇതെല്ലാം മത്സ്യം വിഴുങ്ങി. മത്സ്യത്തിന് യോനായ ആരാ, ഈ ഉപ്പേരി ഏതാ, ഇതൊന്നും അറിയത്തില്ലല്ലോ. വരുന്ന ഐറ്റം എല്ലാം വിഴുങ്ങാന്ന് പറഞ്ഞാൽ മത്സ്യം എന്ന് പറഞ്ഞാൽ കൊച്ചു സാധനമല്ല, ഈ ഹോളിന് അത്രയും വലിയ സാധനമാണ്. എന്തുമാത്രം സാധനം കയറി, നമ്മൾ കയറിയിട്ട് ഇതിനകത്ത് വല്ലതും ഉണ്ടോ? പിന്നെ ഇതിനകത്ത് കുറച്ച് ഉപ്പേരി കയറിയാൽ വല്ല അറിയോ? ഞങ്ങളുടെ ഒരു വിദേശ പ്രസംഗം, യോന കടലാമ്മയുടെ വയറ്റിൽ കിടന്ന് ചിപ്സ് കഴിക്കുമായിരുന്നെന്ന്. സ്വത്രം എൻ്റെ അല്ല കേട്ടോ, വാടകയ്ക്ക് എടുത്ത് പറഞ്ഞാൽ ഇങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഹല്ലേലൂയ, ദൈവം യോനെ കൊണ്ടുവന്ന് ആ മീനോട് പറഞ്ഞു, ഈ യോനെ മത്സ്യം വിഴുങ്ങി കഴിഞ്ഞപ്പോഴേ മത്സ്യത്തിന് സാക്ഷി പറയാൻ കൊടുത്ത മത്സ്യം പറയും, എൻ്റെ ദൈവം നീണ്ട വർഷമായി ഈ കടലിൽ എന്നെ സൃഷ്ടിച്ചാക്കി പല ശവത്തെ തിന്നിട്ടുണ്ട്. ഒരുത്തൻ്റെ കൈ കിട്ടിയാൽ മറ്റവൻ്റെ കാലേ കിട്ടിയിട്ടുള്ളൂ, അവൻ്റെ കാല് കിട്ടിയാൽ മറ്റവൻ്റെ ഉടനെ കിട്ടിയിട്ടുള്ളൂ. ഇന്നൊരുത്തനെ പൂർണ്ണമായി തന്ന ദൈവത്തിന് സ്തോത്രം. സഭായോഗത്തിന് മിണ്ടാതിരിക്കുന്ന യോന കടലാമ്മയുടെ വയറ്റിൽ ക്രൂസൈഡ് നടത്തി.
അയ്യോ, കടലാമയുടെ വയറ്റിൽ കിടന്ന് അയ്യം വിളിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണേ. അയ്യം വിളിച്ചപ്പം മത്സ്യം പറഞ്ഞു, എൻ്റെ കർത്താവേ, പല ശവത്തെ തിന്നിട്ടുണ്ട്, ഇതുപോലെ ഗതികെട്ട് ഒരു തന്നെ തിന്നാനിടയായല്ലോ. ദൈവം പറഞ്ഞു, റൂട്ട് വിട്ട് പൊക്കോ, ഇവനെ എവിടുന്ന് എടുത്തോ അവിടെ കൊണ്ട് ഇറക്കിയേക്കാൻ പറഞ്ഞു. ഇങ്ങോട്ട് സഹകരിക്കണം. അല്ലേ, ചുരുക്കി പറയാം, അവനെ നിനവെ പ്രവചിക്കാനായിട്ട് വിട്ടു. അവൻ പോയി പ്രവചിച്ചപ്പോൾ ജനങ്ങളോട് അലറിക്കൊരു, കർത്താവേ നശിപ്പിക്കല്ലേ എന്ന് നിലവിളിച്ചു. നിലവിളിച്ചപ്പം ദൈവം നശിപ്പിക്കും. അപ്പോൾ യോനയ്ക്ക് ഭയങ്കര സങ്കടം വന്നു. യോനെ സങ്കടത്തിൽ നിന്ന് വിടുവിക്കാൻ ദൈവം യോന ഇരിക്കുന്നിടത്ത് ഒരാവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. ഹല്ലേലൂയ. ഞാൻ നിന്നോടൊരു കാര്യം പറയാം, നീ സങ്കടപ്പെടുകയൊന്നും വേണ്ട. നിന്റെ സങ്കടത്തിൽ നിന്ന് വിടിക്കാൻ ഒറ്റ രാത്രി കൊണ്ട് നിനക്കും ചിലതിനെ കൽപ്പിച്ചുണ്ടാക്കാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് യോനായുടെ പ്രവചനം എടുത്ത 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ച അവിടെ ഉണ്ട്. യോനായുടെ പ്രവചനം 4-ാം അധ്യായം 6-ാമത്തെ, യോനായുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. യോനയെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന്. ചിലരുടെ സങ്കടത്തിൽ നിന്ന് ചിലരെ കരകയറ്റാൻ മിനിറ്റുകൾ കൊണ്ട് ചിലർക്ക് വേണ്ടി ചിലത് കൽപ്പിച്ചുണ്ടാക്കുന്നവനാ ദൈവം. ദൈവം കൽപ്പിച്ചാൽ ദൈവത്തിന് സ്തോത്രം, നിൽക്കുന്നിടത്താവണക്ക് മുളച്ചു വന്ന് വളരും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇതൊക്കെ വായിക്കുമ്പോൾ അത്ഭുതങ്ങൾ പോലെ തോന്നും. കുഞ്ഞെ, നീ വിശ്വസിച്ചോ? ഇതെല്ലാം നിനക്ക് വിശ്വസിക്കാൻ എഴുതി വെച്ചിരിക്കുക ഈ പുസ്തകത്തില്. ഹല്ലേലൂയ. 6-ാമത്തെ വാക്യം വായിച്ചു കേട്ടെ. യോനയെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. അത് അവന് മീതെ വളർന്നു പൊങ്ങി. ഒറ്റ ദിവസം കൊണ്ട് അത് വളർന്നു പൊങ്ങി. യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. അവന്റെ തലയ്ക്ക് മീതെ ആവണക്ക് വിരിഞ്ഞു നിന്നു. ഗ്ലോറി. എടാ, തമ്പുരാൻ ചിലത് കൽപ്പിച്ചാൽ നിനക്ക് തണലായി എഴുന്നേറ്റ് നിൽക്കും ചിലത്. ഒരാമീൻ പറഞ്ഞാട്ടെ. ചിലരോട് കർത്താവിന്റെ ആത്മാവ് പറയുക, നിന്നെ താങ്ങും തണലുമായി എൻ്റെ കർത്താവ് കൂടെയുണ്ട്. വിശ്വസിക്കുന്നവർ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് ഉറപ്പ് തരിക, നിന്റെ ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്തതുപോലെ എൻ്റെ ദൈവം തണലായി കൂടെ നിൽക്കട്ടെ. ഇവിടെ എഴുതിയിരിക്കുകയാണ്, യോന പ്രവാചകന്റെ തലയ്ക്ക് മുകളിൽ അത് വളർന്നു പൊങ്ങി. അടുത്ത നോക്കിയോണേ. യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. അത് കിട്ടിയവളെ പുള്ളി തുള്ളിച്ചാടി. ചെറുക്കൊക്കെ തുള്ളിച്ചാടാൻ ഒരു ആവണക്ക് കിട്ടിയാൽ മതി. കണ്ടോ, കർത്താവ് എന്തോ ഒരു വലിയ നന്മയാ ചെയ്ത. ഗ്ലോറി. അപ്പൊ കർത്താവ് ചെയ്ത കേട്ടോണേ. പിറ്റേന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. വലിയ വളർന്നു തലപൊക്കി നിൽക്കുന്ന ആവണത്തിനെ ഒതുക്കാൻ തമ്പുരാൻ കൽപ്പിച്ചൊരു കുഞ്ഞു പുഴു ചെറുക ഭൂമിയിൽ ഉണ്ടായി വന്ന് എഴഞ്ഞെഴഞ്ഞ് ആവണക്കെ കയറി. അത് ആവണക്ക് കുത്തിക്കളഞ്ഞു. ആവണക്കിന്റെ മേലുകീഴി പുഴു നടന്ന് ഈ ആവണക്കിനെ കുത്തിക്കളഞ്ഞു. അത് വാടിപ്പോയി. സൂര്യൻ ഉദിച്ചപ്പോൾ. ഇങ്ങോട്ട് നോക്ക്, ഞാനിവിടെ നിന്നോടൊരു നന്മ കൂടെ പറയാം, ഒരു വെളിപ്പാടൂടെ നിന്നോട് പറയാം. തമ്പുരാൻ നിനക്ക് അനുവദിച്ച ചിലതിനകത്ത് അനുവാദമില്ലാതെ കിടക്കുന്ന ചില പുഴുക്കൾ, അതിനെ ഉണക്കിക്കളയാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവത്തിന്റെ കാവലിരിക്കുന്ന നിന്നെയും എൻ്റെ ദൈവം തന്നെ സൂക്ഷിപ്പിനാൽ നിറയ്ക്കട്ടെ. ഹല്ലേലൂയ. എന്നോട് കർത്താവിന്റെ ആത്മാവ്, എനിക്കെന്തോ ദൈവത്തിന്റെ ആത്മാവ് തരുന്നൊരു വെളിപ്പാട് പറയാം. നിന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില പുഴുക്കളെ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഇല്ലായ്മപ്പെട്ടു പോട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ അനുഭവിക്കേണ്ട ചില നന്മകളെ കുത്തിക്കളയുന്ന എന്തോ അവിടെ വ്യത്യസ്തമായ ഒരു ആലോചന ദൈവം തരുന്നു. വ്യത്യസ്തകരമായ ഒരു ആലോചന ദൈവം. ഈ മെസ്സേജ് എടുക്കുമ്പോൾ കർത്താവ് ഈ മെസ്സേജിന്റെ മറ്റൊരു തലത്തിൽ ഒരു ദൂതൂടെ കർത്താവ് വെളിപ്പെടുത്തി തരിക. ദൈവം നിനക്ക് മുമ്പിൽ കിളിപ്പിച്ചു വെച്ച ചിലതിനെ നശിപ്പിക്കാൻ ഇവിടെ പുഴുവിനെ അയച്ചത് ദൈവമാണ്. അത് ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ടാണ്. പക്ഷെ വ്യത്യസ്തകരമായൊരു ദൂതി ഞാൻ ആത്മാവി വെളിപ്പെടുത്തുക. നിന്റെ തലയ്ക്ക് മുകളിൽ വെളിപ്പെട്ടു നിൽക്കുന്ന ചിലതിനെ വാട്ടിക്കളയാൻ നിന്റെ കണ്ണിന് മറഞ്ഞുകൊണ്ട് ചിലത് പുഴുക്കൾ എഴയുന്നുണ്ട്. സ്തോത്രം. അതിനെ ഈ പുഴുവിനെ കൊല്ലുന്നത് എങ്ങനെ? അതോ ചുറ്റിയും കൊണ്ട് വരും? ഒരു പുഴുവുണ്ട്, ചുറ്റിയും എടുത്തോളൂ വാടാ. ഇല്ല, പുഴുവിനെ പിടിച്ച് ഒന്ന് ഞെരടി വിട്ടാൽ മതി, അവൻ തീർന്നോളൂ. വിശ്വസിച്ച ഒരു ദൂതൂടെ പറയാം. നീ അറിയാതെ നിന്റെ കണ്ണിന് മറഞ്ഞ് നിന്റെ നന്മകളെ കുത്തിക്കളയാൻ ശ്രമിക്കുന്ന ചിലവിനെ ഒന്ന് ഞെരടി വിട്ട. സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോളാം. ചില രോഗത്തെ ഒന്ന് ഞെരടി വിട്ടേക്കണം. ഒരു വീട്ടിലൊരിക്കലെ കാറ് പാർക്ക് ചെയ്ത് ഇട്ടിരിക്കുമ്പോൾ അവിടെ ഒരു മരത്തെ ചുറ്റിയിട്ട് വലിയ ചേമ്പലയുടെ വലിപ്പമുള്ള ഒരു ചെടി ഇങ്ങനെ മരത്തെ ചുറ്റി മേപ്പോട്ട് പോയേക്കുക.
അപ്പം ഞാനും അദ്ദേഹം കൂടെ അവിടെ നിന്ന് വർത്താനം പറയുക ഇച്ചിരി നേരം. വർത്താനം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞത് ഇത് വാടുന്നല്ലോ. ആഹാ, വാടുന്നുണ്ട്. പുള്ളിക്കാരനെ തണ്ട താപ്പോട്ട് പിടിച്ചിട്ട് ഒരു ഭാഗത്തൊരു ചെറിയ കുത്തൽ കണ്ടു. അവിടെ നഖം കൊണ്ട് ഇങ്ങനെ പൊട്ടിച്ച ഒരു പുഴുവിനെ എടുത്ത് ഞെരടി അങ്ങോട്ട് കളഞ്ഞു. സ്തോത്രം. ഇത് അകം പൊള്ളയാ. ഇവൻ മേളുകീഴ് നടന്ന് ഇതിനെ നശിപ്പിക്കുക. ഇവൻ ഇരിക്കുന്ന സ്ഥലത്താണ് ഈ ബ്ലാക്ക് ഡോട്ട് ഉണ്ടായേക്കുന്നത്. അവിടെ നഖം കൊണ്ട് കീറിയെടുത്ത് ഞെരടിക്കളഞ്ഞു. ഇനിയും വളർന്നോളൂ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്നൊരു 10 മിനിറ്റ് ചിന്തിച്ചു. നമ്മൾ അറിയാത്ത സ്ഥലത്ത്, നമ്മൾ അറിയാത്ത മേഖലയിൽ ജീസസ് ഒരു കാര്യം ഓർത്ത കുഞ്ഞെ, ഹല്ലേലൂയ. അമ്മി, ചിന്തിക്കാത്ത മേഖലയിൽ ചിലത് നുഴഞ്ഞും എഴഞ്ഞും കീറി നിന്റെ നന്മകളെ കുത്തിക്കളയാൻ നോക്കുമ്പം അതിനെ ചിലതിനെ കണ്ടുപിടിക്കാൻ നിനക്ക് ദൈവം ഉൾക്കാഴ്ച തരട്ടെ. ഹല്ലേലൂയ. അപ്പം ഇച്ചിരുടെ ഗഹനമായിട്ട് നമുക്ക് ധ്യാനിക്കാം. എനിക്ക് ദൈവം ഉറപ്പ് തരിക, യോനെ സങ്കടത്തിൽ നിന്ന് വിടുവിക്കുവാൻ, ഹല്ലേലൂയ, ദൈവം ഒരു ആവണക്കിനെ കൽപ്പിച്ചാക്കി. അമ്മി, അതിനെ അപ്പൊ കൽപ്പിച്ചാ ഉണ്ടാകും. ദൈവം കൽപ്പിച്ച ഒരു പുഴു മതി ഇത് തീർക്കാനും. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടെ കുഞ്ഞെ, വാക്കുകൊണ്ട് സൃഷ്ടിക്കാനും വാക്കുകൊണ്ട് അതിനെ മാറ്റാനും എൻ്റെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഉറപ്പുള്ളവർ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പം നമ്മളെ താങ്ങിപ്പിടിക്കുന്ന കർത്താവ്, ഒന്ന് കൈ കൊടുത്ത് വെച്ചോറ, യേശു നമ്മളെ താങ്ങുമെന്ന് പറ. ഹല്ലേലൂയ. ഞാൻ കിടന്നുറങ്ങി, യഹോവ താങ്ങുകയാൽ ഉണർന്നിരിക്കുന്നു. യേശു നിന്നെ താങ്ങിയത് കൊണ്ടാ. വിശ്വസിക്കുന്നവർ കൈ ഉയർത്തി ഒരു സ്തോത്രം ചെയ്താൽ. ചിലരോട് കർത്താവ് പറയാം, നിനക്ക് താങ്ങും തണലുമായി എൻ്റെ കർത്താവ് നിന്റെ കൂടെ ഇരിക്കട്ടെ. നമുക്ക് ബൈബിളിലേക്ക് വരാം. എന്നെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന ഭാഗത്തിലേക്ക് നമ്മുടെ ചിന്തകളെ നമുക്ക് കൊണ്ടുപോകാം. ഒന്നുകൂടെ കൈ കൊടുത്ത് പറ, യഹോവ നിന്നെ സഹായിക്കട്ടെ എന്ന് പറ. 37 സങ്കീർത്തനം എടുക്കാം. 24 വാക്യത്തോടെ ചിന്ത ആരംഭിക്കുക. Psalms 35 verse 24. 37 അധ്യായത്തിന്റെ 24 വാക്യം വായിച്ചു കേൾക്കാം. അവൻ വീണാലും നിലംപരിചാകുകയില്ല, യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു. അവൻ വീണാലും നിലംപരിചാകത്തില്ല. നിന്നെ താഴോട്ട് തള്ളിയാലും നീ നിലംപരിചാകുന്നതിന് മുമ്പ് യഹോവ കൈ നീട്ടി നിന്നെ താങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് അത് ഇച്ചിരൂടെ മനസ്സിലാകണമെങ്കിൽ 23 വാക്യം മുതൽ വായിക്കാം. ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു. കണ്ടോ, ഒരു മനുഷ്യന്റെ വഴിയിൽ അവന് പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കും. അടുത്തത്, അവൻ വീണാലും നിലംപരിചാകുകയില്ല. അവൻ വീണാലും, സങ്കീർത്തനത്തിൽ 118 സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്, വീഴുവാൻ തക്കവണ്ണം അവൻ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയും, അനേകരെ തള്ളി നിലംപരിചാക്കിയ സ്ഥാനത്ത് നീ തകരാത്തത് സഹായിക്കുന്ന കരം കൂടെ ഉള്ളത് കൊണ്ട്. ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഉറപ്പ് തരിക, നിന്നെ കർത്താവിൽ നിന്ന് സഹായിക്കാൻ പോകുകയാ. ദൈവം നിന്റെ സന്തതിയെ ഒന്ന് സഹായിക്കാൻ പോവുക. ദൈവം നിന്റെ കുടുംബത്തെ ഒന്ന് സഹായിക്കാൻ പോവുക. ഇവിടെ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ദൈവത്തിന്റെ സഹായം അനുഭവിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. എത്ര നാളായി ഈ വലത്തെ ചെവിയുടെ കേൾവി പോയിട്ട്? 3 വർഷമായി. 3 വർഷമായി. ഇന്ന് കർത്താവ് തൊടാൻ പോവാ. യേശു എന്നോട് പറഞ്ഞു, വലത്തെ ചെവി സൗഖ്യമാകാൻ പോവാ. യേശുവിൻ്റെ പൊന്നു കരം ഇതേ തൊടാൻ പോവാ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. എനിക്ക് ചെയ്യാൻ വയ്യാത്ത ഒരു കാര്യവും എൻ്റെ കരം വെളിപ്പെടാൻ പോകുകയാണ്. എൻ്റെ ആത്മാവ് ചലിക്കാൻ പോകുകയാണ്. സൗഖ്യത്തിൻ്റെ കരം. ഈ കേൾക്കുന്ന ചെവിയെ നടച്ചു പിടിക്കാം. നല്ലതായിട്ട് ഇങ്ങനെ കയറ്റി അടുത്ത്. ഹല്ലേലൂയ. കർത്താവായ യേശു ഇത് അടച്ചു പിടിക്കുമ്പം മറ്റേ കർത്താവ് അങ്ങോട്ട് തുറക്കാൻ പോവാ. ഇനി ഈ ചെവി കൊണ്ടാ കേൾക്കാൻ പോകുന്നത് മൊത്തം. ഹല്ലേലൂയ. കർത്താവേ, നിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അടഞ്ഞു പോയ ചെവി തുറന്നു വരട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. ആ തൊട്ട് കഴിഞ്ഞ അടച്ച് തന്നെ പിടിച്ചോണം. ഏറ്റവും മുറുകെ പിടിക്കും. എന്തുവാ പേര്? എവിടാ വീട്? കല്ലിശ്ശേരി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഭാര്യ, 2 മക്കളെ. ഭാര്യയുടെ
സുധ. ഇത് കൂടുതൽ ആർക്കും ഈ പഞ്ചായത്തിൽ പോലും ശബ്ദം കിട്ടത്തില്ല. ശരിയായോ? ശരിയായി. കേക്കാവോ? കേക്കാം. ഞാൻ പറഞ്ഞതെല്ലാം സ്പഷ്ടമായിട്ട് കേട്ടോ? കേട്ടു. അതല്ലേ മറുപടി പറഞ്ഞേ? ആമേൻ. 3 വർഷമായി അടഞ്ഞു പോയതിനെ 3 സെക്കൻഡ് കൊണ്ട് ഹല്ലേലൂയ. യേശു ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്. അച്ഛൻ്റെ പേര് എന്നോടൊന്ന് പറയാവോ? സത്യൻ. ഹല്ലേലൂയ. നിന്റെ വലതേ കൈ അതിങ്ങനെ ഒന്ന് നീർത്തി പിടിക്കാവോ? ആ കൈക്കൊരു വിടുതലുണ്ട്, ആ കൈക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ഹല്ലേലൂയ. അത് ഓരോ ദിവസവും ബലഹീനപ്പെട്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ പൂർണ്ണമായിട്ട് അത് പൊക്കാനായിട്ട് പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. ഹല്ലേലൂയ. പകുതി പൊക്കുമ്പോഴേ ഈ ഭാഗത്തൂടെ ഈ വരുന്ന അസ്ഥിക്ക് ഒരു വലിയ വേദന നേരിടും. ഹല്ലേലൂയ. ഞാൻ ഇവിടെ അല്ലേ നിൽക്കുന്നേ. ഹല്ലേലൂയ. പക്ഷെ ഇപ്പൊ അവിടെ സൗഖ്യം നടക്കും. ഹല്ലേലൂയ. എത്ര നാളായി ഈ അസുഖം തുടങ്ങിയിട്ട്? 2 വർഷമായി. ഹല്ലേലൂയ. എന്നാ ഇന്ന് നോക്കിയേ, കഴിഞ്ഞ ദിവസം വരെ പകുതി വരെയല്ലേ കൈ പൊങ്ങിക്കൊണ്ടിരുന്നേ അല്ലേ? എന്നാ ഇന്ന് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് വരുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഷോൾഡറിന്റെ പുറകിൽ യേശു ഇറങ്ങി നിൽക്കുക, നിങ്ങളെ ഇപ്പോൾ സൗഖ്യമാക്കുക. ഹല്ലേലൂയ. ആ സ്തംഭിച്ചു പോയെന്ന് പറഞ്ഞ ആ കൈ ഉയർത്തി തരികയാ. ജീസസ്. പൊങ്ങട്ടെ, പൊങ്ങട്ടെ, പൊങ്ങട്ടെ. അതൊന്ന് വീശി കാണിച്ചേ. ഒന്നുകൂടെ താത്തച്ച് പൊക്കിക്കേ, പിന്നെയും പൊക്കിക്കേ, പിന്നെയും പൊക്കിക്കേ. സത്യനെ, സത്യനെ സത്യമേ പറയാവൂ. അല്പമേലും വേദനയുണ്ടോ? ഇല്ല, ഇല്ല. കൈ പൂർണ്ണമായിട്ട് പൊങ്ങിയോ? പൊങ്ങി. സത്യൻ സത്യമേ പറയാവൂ. ഹല്ലേലൂയ. സത്യന്റെ വീട്ടിൽ സത്യമായിട്ട് ഒരു വിടുതൽ നടക്കുക. നിനക്കുള്ള ഒന്നിനെ വിടുവിച്ച് നന്മയിൽ എത്തിച്ച് അറിയപ്പെടാത്ത രാജ്യത്തിന്റെ നന്മ നീ അനുഭവിക്കും. അത് നിന്നോടുള്ള വാഗ്ദത്തമാ. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങളുടെ വലത് കരത്തെ നിങ്ങൾ വെക്കുക. നിങ്ങൾ TV സ്ക്രീനിന് നേരെ കൈ നീട്ടുക. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ കരം നിങ്ങളെ സ്പർശിക്കാൻ പോകുക. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ വചനത്താൽ അനുഗ്രഹിക്കപ്പെട്ടിട്ട് അങ്ങയിൽ നിന്ന് അങ്ങയുടെ സ്പർശനം ഒന്നനുഭവിക്കാൻ കൊതിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ കൈ അവരെ തൊടണമേ. അവരുടെ രോഗമുള്ള ഭാഗത്ത് യേശു സ്പർശിക്കണമേ. കർത്താവേ, ആ കിഡ്നി സ്റ്റോൺ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഹീലാകട്ടെ. ആ ഹാർട്ടിൻ്റെ ബ്ലോക്ക് ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ. കർത്താവേ, ആ രോഗശക്തികൾ ഇപ്പോൾ തന്നെ അവരുടെ ശരീരത്തിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. ഹാർട്ടിൻ്റെ ബ്ലോക്ക് മാറട്ടെ. കർത്താവേ, അസ്ഥികളുടെ തളർച്ചകൾ മാറട്ടെ. ഇപ്പോൾ തന്നെ ആ കടബാധ്യതകൾ നീങ്ങിപ്പോകട്ടെ. കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ആ അന്ധകാര ശക്തിയാൽ തകർക്കപ്പെട്ട ആ കുടുംബത്തെ സമർപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ അവരുടെ അന്ധകാരം മാറിപ്പോകട്ടെ. കർത്താവേ, ആ കിടക്കയിൽ തളർന്നു കിടക്കുന്ന ആ പ്രിയ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ ശക്തി ആ ബ്രദറിനെ തൊട്ടാട്ട് നിന്റെ മകനെ സൗഖ്യമാക്കിയാട്ട്. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളുടെ ശാപങ്ങൾ പൊട്ടട്ടെ, പരാജയങ്ങൾ മാറട്ടെ, തകർച്ചകൾ മാറട്ടെ, ശൂന്യതകൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്താൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യഹോവയുടെ അനുഗ്രഹത്താൽ അവർ അനുഗ്രഹിക്കപ്പെടുകയും ദൈവത്തിൻ്റെ വർധനവിനാൽ അവർ വർദ്ധിക്കപ്പെടുകയും ദൈവത്തിൻ്റെ നിറവിനാൽ അവർ നിറയപ്പെടുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് നിന്റെ നാമത്തിന് ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്ന മക്കളെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. യേശു അവരെ അനുഗ്രഹിച്ചാട്ട്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ പങ്കാളിയായി തീരാം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ വകയായിട്ട് ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാം. താഴെ കാണുന്ന വിലാസത്തിൽ നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഈ TV ശുശ്രൂഷയ്ക്ക് വേണ്ടി അയച്ചു തരാം. ഓരോ ദിവസവും ഒട്ടനവധി ചാനലുകളിൽ ജീസസ് വോയിസിൽ കൂടെ ദൈവവചനം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. 10,000 ലക്ഷങ്ങൾ ഈ വചനത്താൽ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ആഗ്രഹമില്ലേ ജനഹൃദയങ്ങളിലേക്ക് വചനം എത്തിക്കണമെന്ന്? അതും ഒരു സുവിശേഷ വേലയാണ്. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരിക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമാണോ? താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ വിളിക്കുക. ഞങ്ങളുടെ പ്രാർത്ഥനാ ടീം പ്രാർത്ഥനയ്ക്കായി തയ്യാറായിരിക്കുന്നു. നിങ്ങൾ വിളിക്കുക.
കർത്താവ് നിങ്ങളെ കൈനീട്ടി തൊടട്ടെ, അത്ഭുതങ്ങളിൽ കൂടെ നടത്തട്ടെ. നാളെ ഇതേ സമയത്ത് വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.